നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ചില വ്യക്തികൾ ഇപ്പോൾ മറ്റു പല വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടും നിങ്ങളുമായിട്ട് അകൽച്ചയിലായി നിൽക്കുന്നവരുണ്ടാവും. നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ അവരുടെ കാര്യത്തിൽ ചെയ്യുകയും നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുകയും എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. ജീവിതം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ. അങ്ങനെയുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, എന്ത് ചെയ്താലാണ് അവർ തിരിച്ചെത്തുക, പഴയ പോലത്തെ ജീവിതം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പഴയ പോലെ തന്നെ ആയിത്തീരും. അത് അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ പറയുന്നത്, നിങ്ങളോട് സ്നേഹക്കുറവ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെറുതെ കാര്യമില്ലാതൊക്കെ ദേഷ്യപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, നമ്മളോട് കൂടുതൽ സ്നേഹപരമായിട്ട് പെരുമാറാൻ അവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിന് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല. ചില വ്യക്തികൾക്കത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ചയുള്ളിൽ തന്നെ അതിൻ്റെ ഫലം കിട്ടി തുടങ്ങും. ചില വ്യക്തികൾക്ക് അത് ഒരു മാസം വരെ ആവാനും സാധ്യതയുണ്ട്. അത് ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ഏകാഗ്രതക്കനുസരിച്ചിരിക്കും ആ വ്യക്തിയിലേക്ക് അത് എത്തിപ്പെടുന്നതിൻ്റെ സമയദൈർഘ്യം. ചില വ്യക്തികൾക്ക് അത് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. അവരത് ചെയ്യുന്നത് അത്രയും കറക്റ്റായിട്ട് ഏകാഗ്രമായിട്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. ഇത് ഒരു ദിവസം 2 ദിവസം ചെയ്ത് അതിനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലാതായിത്തീരും. അപ്പോൾ സ്ഥിരം ചെയ്യുക. ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ വ്യക്തിക്ക് രാവിലെ നമ്മൾ എന്ത് കൊടുക്കുന്നോ, അത് പ്രേമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുകയും ചെയ്യുക. അതല്ല കൂടെ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ രാവിലെ എന്തെങ്കിലും ആഹാരമോ വെള്ളമോ അല്ലെങ്കിൽ ചായ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തു കൊടുക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെ എന്ത് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നു, ആ വ്യക്തി എന്ത് ആദ്യം കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെന്ത് ആദ്യം ആ വ്യക്തിക്ക് കൊടുക്കുന്നു ഓരോ ദിവസവും, അത് കൊടുക്കുന്ന നേരത്ത് കുറച്ച് നേരം നമ്മൾ ആ വസ്തു കയ്യിൽ പിടിച്ച് മനസ്സുകൊണ്ട് ചിന്തിക്കുക, ഇന്ന് മുതൽ ഈ ദിവസം മുഴുവനും എന്നോട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ വ്യക്തി പെരുമാറും എന്നുള്ളത്. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്ന്, ആ വ്യക്തി അങ്ങനെയാണ് ഇപ്പം എന്നോട് പെരുമാറുന്നത് എന്ന് സ്വയം മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വസ്തു കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ സ്വയം വിശ്വസിക്കുക. എന്നിട്ട് ആ വസ്തു കഴിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ അത് ചെയ്യുമ്പോൾ ആ വസ്തു, ആ കാര്യം, ആ ആഹാരം അവർ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ആ എനർജി വഴി, ആഹാരം വഴി ആ വ്യക്തിയിലേക്ക് ചെല്ലുകയും അതങ്ങനെ നിരന്തരം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ ഫലമില്ല എന്ന് കരുതിയിട്ട് ഒഴിവാക്കണ്ട. നിങ്ങൾ എന്തായാലും ഒരു ആഹാരം അങ്ങനെയുള്ള വ്യക്തിക്ക് ദിവസവും കൊടുക്കുമല്ലോ. ആ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു 2 സെക്കൻഡ് നിങ്ങൾ കുറച്ച് നേരം മനസ്സിലൊന്ന് കരുതി കൊടുത്തു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ തുടക്കത്തിൽ ഇന്ന് ചെയ്ത് നാളെ ഗുണമില്ല, ഇന്ന് ഞാൻ രാവിലെ ചെയ്ത് ഉച്ചയ്ക്ക് എന്നോട് വഴക്കിട്ട് രാത്രി എന്നോട് വഴക്കിട്ട് അല്ലെങ്കിൽ ഇന്ന് ചെയ്ത് നാളെ വഴക്കിട്ട് അങ്ങനെ ചിന്തിക്കരുത്. അത് ഇന്ന് ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. ഇന്ന് ചെയ്തതിൻ്റെ ഫലം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും വരിക. ഇപ്പം ഇന്ന് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച മുന്നേ ചെയ്തതിൻ്റെ ഒക്കെ ഫലങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്തതിൻ്റെ ചിലപ്പോൾ നിങ്ങളാ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഉള്ള സമയദൈർഘ്യം കൊണ്ടാവും വന്നെത്തുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം നിങ്ങൾ കൊടുക്കുന്നത് എപ്പോഴാണോ ആദ്യമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ നല്ല രീതിയിൽ ഇത് കരുതുക. മനസ്സിൽ അത് ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒരു മെസ്സേജ് രാവിലെ വിടുകയാണെങ്കിൽ പോലും ആ മെസ്സേജ് വിടുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് കരുതുക, വളരെ സന്തോഷമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്, ഞാനതിൽ സംതൃപ്തയാണ്, വളരെ ഹാപ്പിയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ആ മെസ്സേജ് വിടുക അല്ലെങ്കിൽ ആ വസ്തു കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ആ മെസ്സേജ് ആണെങ്കിലും ശരി, ആ ഒരു വസ്തു കഴിക്കുകയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നിങ്ങൾ വന്നു ചേരുമുള്ളതിന് 100% ഉറപ്പാണ്. പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഏകാഗ്രതക്കനുസരിച്ചായിരിക്കും അതിൻ്റെ ആ സമയദൈർഘ്യം നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക. എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ.
അപ്പോൾ ആ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയും തോറും നിങ്ങൾക്കതിൻ്റെ മാറ്റം പൂർണ്ണമായിട്ടും മനസ്സിലാവും. അത് മാറി മാറി വരും. കൂടുതൽ ഈ ഒരു ചിന്ത നമ്മളിൽ നിന്ന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫലം നമ്മളിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ പല രീതിയിലും പല വഴിക്കും സഞ്ചരിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും ശരി, മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. അതുപോലെ തന്നെയാണ് പുറത്തിറങ്ങി പോകുന്ന ഈ വ്യക്തികൾ പല വ്യക്തികളുമായിട്ട് അടുത്തിടപഴകുന്നതും പലതിലും ആകർഷണം തോന്നാനും സാധ്യതയുണ്ട്. നമ്മളിലില്ലാത്ത പല കാര്യങ്ങളും മറ്റു പലരിലും കാണും. അപ്പം മറ്റു പലതിലും ആകർഷണം തോന്നാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആയി പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യും തോറും നമ്മൾ എത്രത്തോളം ഈ സ്നേഹം കാണിക്കും തോറും നമ്മളുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് ആ വൈബ്രേഷൻ പോകും തോറും അത് ആ വ്യക്തിയിലേക്ക് എത്തിപ്പെടും. ആ വ്യക്തിയിലേക്ക് എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ ആണെങ്കിലും നിങ്ങളിലേക്ക് തന്നെ ആ ഒരു അട്രാക്ഷൻ വരാൻ തുടങ്ങും. മറ്റു വ്യക്തികളിലേക്ക് അട്രാക്ഷൻ പോവാതെ നിങ്ങളിലേക്ക് തന്നെ അത് നിരന്തരം വരാൻ തുടങ്ങും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ ഗുണം ചെയ്യും. മറ്റും പല വഴിക്കും മനസ്സ് പതറി പോകാതെ, മറ്റു പലതിലേക്കും മനസ്സ് തിരിഞ്ഞു പോകാതെ നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ച് നിർത്താനും നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾ ജീവിതത്തിൽ സ്ഥിരം ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യും തോറും ഒരാഴ്ച, ഒരു മാസം ആ രീതിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ജീവിതം നല്ല രീതിയിൽ സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സന്തോഷമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.